ോടിഷ്ടം കൂടാനൊരു ശൃംഗം വന്നാലോ ചൊല്ലാനുണ്ടോ പിന്നീട് നെഞ്ചിൽ തീയല്ലേ കലമാനോടിഷ്ടം കൂടാനൊരു ശൃംഗം വന്നാലോ കഥ ചൊല്ലാനുണ്ടോ പിന്നീട് നെഞ്ചിൽ തീയല്ലേ പണ്ടേ പറഞ്ഞിട്ടില്ലേ നീ കണ്ടറിഞ്ഞിട്ടില്ലേ ഒരു പെണ്ണോടിഷ്ടം വന്നാൽ ആരും മാനായി തീരൂലേ കാണാതെ നിൽക്കാനും വയ്യാതായിരുന്നു ഇന്നു മിണ്ടിട്ടും മിണ്ടിട്ടും തീരാതായിരുന്നു വന്നു തൊട്ടിട്ടും തൊട്ടിട്ടും പോരാതായിരുന്നു ഇപ്പം നെഞ്ചോരം കൽക്കണ്ട കൂടുന്നുണ്ടെന്നു പ്രിയമുള്ളവരെ, നമ്മുടെ ക്ലബിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ഹസ്ബൻഡ് എബ്രോഡ് ആയതുകൊണ്ട് സന്തൂർ മമ്മിയും മകനും അവതരിപ്പിച്ച ഡാൻസ് വളരെ നന്നായിരുന്നു. ക്ലബിന്റെ വക ഒരു സമ്മാനം അവർ കൊടുക്കുന്നത്. താങ്ക് യു സോ മച്ച്. പ്രിയ പ്രേക്ഷകരെ, വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. ഒറ്റ കാര്യം തെളിയിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഇപ്പൊ ഡാൻസ് കളിച്ചത്. നിനക്ക് കാൽമുട്ടി അതിന് യൂറിക് ആസിഡ് ഇല്ലാതല്ലേ? അത് പറയാൻ വേണ്ടിയാണ്. അത് മാത്രമല്ല, പഴയ കാലഘട്ടം തൊട്ട് ഇപ്പൊ ജെൻസി വരെ നിൽക്കുന്ന കാലഘട്ടത്തിലുള്ള ആൾക്കാർ, ആൽഫകളും ഉണ്ട് കേട്ടോ, നമുക്ക് പറയാൻ പറ്റും. എന്ന് പറയുന്നതിൽ എല്ലാ ജനറേഷനിലുള്ള ആൾക്കാർ കാണുന്ന ഒരു പ്രോഗ്രാമാണ് കോമഡി മാസ്റ്റേഴ്സ്. ചത്തു നിൽക്കാതെ ചിരിക്കണം. അപ്പൊ അതുകൊണ്ട് അത് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്, ഈ ഒരു പെർഫോമൻസും നടത്തിയിരിക്കുന്നത്. ബൈ ദ ബൈ, ഇതാരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒറ്റയ്ക്കല്ല വന്നിരിക്കുന്നത്, സംഘമായിട്ടാണ് വന്നിരിക്കുന്നത്. അവരുടെ സംഘം. അല്ല അവ ഒറ്റയ്ക്കല്ലാന്ന് പറഞ്ഞത്, ഒറ്റയ്ക്ക് ഒരിക്കലും നിന്റെ അടുത്ത് വന്നിങ്ങനെ ചാടൂല. ഇവിടെ ബാക്കിൽ ആരെങ്കിലും ഉണ്ടാവണം. ഇവരെ പരിചയപ്പെടുത്തി തരാം. അതായത് ദീസ് പീപ്പിൾ ആർ ആക്ച്വലി ഫ്രം കളമശ്ശേരി ഐസാറ്റ് കോളേജ്. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണ്. പക്ഷെ ഇന്ന് നമ്മളോടൊപ്പം വൈബ് ചെയ്യാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. രമ, താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും ജോയിൻ വിത്ത് യുവർ ഫ്രണ്ട്സ്. നമുക്ക് ഇനി സ്കിറ്റ് ഒക്കെ ആയിട്ട് ഇവിടെ അടിച്ചു പൊളിക്കാം. ഓക്കെ ഗൈസ്, കാണണ്ടേ സ്കിറ്റ്? കാണാം. Ghost bless you. Ghost bless you. Ghost bless you. നിങ്ങൾക്കെല്ലാവർക്കും ഈ പ്രേതാലയത്തിലേക്ക് ബ്ലഡ് കപ്പ്. ഞാൻ മൂത്തോൻ. ഇവിടെ ഇന്നൊരു ചടങ്ങ് നടക്കുകയാണ്. അതായത് നിങ്ങളിൽ പലരും നമ്മളുടെ അംഗങ്ങളെ വെച്ച് ഒരുപാട് ഹൊറർ സിനിമകൾ ചെയ്തു. പലതും ഹൊററായി, പക്ഷേ മറ്റു ചിലത് ഹ്യൂമറായി. പക്ഷെ ഇന്ന് നമ്മുടെ കൂട്ടത്തിലുള്ള നീലി ലോക സിനിമയിൽ അഭിനയിച്ച് ലോക ഹിറ്റായി മാറിയിരിക്കുകയാണ്. ആ നീലിക്ക് ഒരു ആദരവ് കൊടുക്കുന്ന ചടങ്ങാണ് ഈ പ്രേതാലയത്തിൽ നടക്കാൻ പോകുന്നത്. അതെ കുറെ നേരമായിട്ട് ഇത് വല്ലതും നടക്കോ? ഞങ്ങൾ നടക്കാറില്ല, ഞങ്ങൾ പറക്കാറേ. പിന്നെ പറക്കണം. പറക്കാടാ, മനസ്സിലായില്ലേ? ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ 1-2 പേരെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇവന്മാരെ കാണണ്ടേ? ഒരു പണി ചെയ്യാം, ഞാൻ ഓരോരുത്തരെയും വിളിക്കാം, അപ്പൊ ശരിയായിക്കോളും. ആദ്യമായി നിങ്ങളുടെ ഇടയിൽ നിങ്ങളെപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പ്രേതങ്ങളിൽ അധികായനായ ഒരാൾ, അതെ, വൺ ആൻഡ് ഓൺലി കോക്കാച്ചി. അതെ,
ഇവിടെ കിടന്ന് കസരത്ത് കാണിക്കല്ലേ. എവിടെ പോയി കിടക്കാറുണ്ട് ഇത്രയും നേരം? ഞാനാണെ കൃത്യസമയത്ത് തന്നെയാണ് വന്നത്. അതെ, പക്ഷെ ചെറിയൊരു പ്രശ്നം പറ്റി. എന്ത് പ്രശ്നം? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോഴേ അവിടെ ഇരുന്നോണ്ട് ഒരു അമ്മ ഒരു കൊച്ചിന് ചോറ് കൊടുത്തിട്ട് പറയല്ലേ, മക്കളെ ചോറ് കഴി, നീ കോക്കാച്ചി വിളിക്കുമെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ താമസിച്ചത്. എടാ, അത് ഈ ലോകം ഉണ്ടായ കാലത്തോട്ടുള്ള നടക്കുന്ന സംഭവം അത്. പക്ഷെ ഇന്ന് വരെ ഏതെങ്കിലും അമ്മമാര് കോക്കാച്ചിനെ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടില്ല. എപ്പോഴെങ്കിലും വിളിക്കുമല്ലോ. അപ്പൊ ടൈമിംഗ് കിട്ടിയില്ലെങ്കിൽ അവരെ നമ്മളെ കുറ്റം പറയും. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അവിടെ പോയി കൊച്ചിന് ചോറ് കൊടുത്ത സമയത്ത് കൈയും കെട്ടി കൊതിയോട് നോക്കി നിന്നത്. അയ്യോ, നല്ല ആത്മാർത്ഥതയുള്ള കോക്കാച്ചി. അപ്പൊ വേറൊരു കാര്യമുണ്ട്. നിങ്ങളെല്ലാരും ഇങ്ങനെ കോക്കാച്ചി കോക്കാച്ചി എന്ന് വിളിക്കുമ്പോ എനിക്ക് ഭയങ്കര നാണക്കേട്. അതുകൊണ്ട് ഞാൻ ഗസറ്റ് ഓഫീസിൽ കൊടുത്ത് കോക്കാച്ചി എന്നുള്ള പേര് മാറ്റാൻ പോവുകയാണ്. എന്ത് പേര്? കോക്കാച്ചി എന്നുള്ള പേര് മാറ്റി ചാക്കോച്ചി എന്നാക്കാൻ. അതിലും നല്ലത് ചാക്കോച്ചൻ എന്ന പേരല്ലേ? ചാക്കോച്ചൻ അതാകുമ്പോ 3 ലവ് സോങ്ങും കാണും, ഡാൻസും കാണും, പാട്ടും കാണും. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം, ഒരു ദേവഗാനമുടലാർന്ന പോലെ വരമരുളി എന്നിലൊരു സുഖം, കറുകനാമ്പിലും എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ ഡാൻസ്. ഡാൻസ് കളിച്ച് നിന്നാ മതിയാ. ഇവിടെ ബാക്കി കാര്യങ്ങൾ നോക്കണ്ടേ? അല്ല, ബാക്കി കാര്യങ്ങൾ ഞാൻ മാത്രമല്ല നടത്തുന്നത്. വേറെ കൂടെ ഇല്ല. അവടെ അവനെ ഞാൻ വിളിക്കാം. അവനെ വിളി. അങ്ങനെ ഇങ്ങനെ വിളിച്ചാ പോരാ, നിന്നെ വിളിച്ച പോലെ ബൂസ്റ്റ് ചെയ്ത് വിളിക്കണം. എനിക്ക് നല്ല ബൂസ്റ്റപ്പ് തന്നെ കിട്ടിയത്. അവനെ വിളി. കേരള തമിഴ്നാട് അതിർത്തിയിലെ ജനങ്ങളുടെ പേടി സ്വപ്നം, പ്രേതങ്ങളിൽ ഭീകരനായ മറ്റൊരാൾ. പൂച്ചാണ്ടി. പൂച്ചാണ്ടി പ്രേതവണ്ടിയിലേ, രാക്കുളയുടെ കോട്ട താണ്ടി പ്രേതവണ്ടിയിലേ, പരാമരാം പൂച്ചാണ്ടി പ്രേതവണ്ടിയിലേ, രാക്കുളയുടെ കോട്ട താണ്ടി പ്രേതവണ്ടിയിലേ, 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 പറന്ന് വരാൻ ഞാൻ, പറന്ന് വരാൻ ഞാൻ. എവിടെ പോയിരിക്കും എത്ര നേരം? എടാ, മനുഷ്യന്മാരെ പോലെ ടൈമിംഗ് തെറ്റിക്കാൻ പാടില്ല. പ്രേതങ്ങളാണ് നമ്മൾ. ടൈമിന് വരാം. ഇത് സർക്കാർ ഓഫീസൊന്നും അല്ലല്ലോ ടൈം വരാനായിട്ട്. ഞാൻ നേരത്തെ വന്നെന്നും പറഞ്ഞു ഇവിടെ ഫംഗ്ഷൻ ഒന്നും തുടങ്ങിയിട്ടില്ല. ഇല്ല. പക്ഷെ നിങ്ങളാരും വരാത്തതെന്ത്? എവിടേക്ക്? അപ്പൊ നിങ്ങൾ അറിഞ്ഞില്ലേ? എന്തോന്നു? മണിയം പ്രേതത്തിന്റെ പുതിയ പനയുടെ ബ്ലഡ് ഫാമിംഗ് ആയിരുന്നു. ബ്ലഡ് ഫാമിംഗ്. ഓ, നിങ്ങൾ ഇപ്പൊ വരും പിന്നെ വരുമെന്നും പറഞ്ഞ് ഞാൻ ആ സുമതി വിളവിൽ കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. സുമതി വിളവില് സുമതി വിളവിൽ കാത്തുന്നത് സുമതി വളയ്ക്കാനല്ലടാ. സുമതിയുടെ പിറകെ നടന്ന് വളയ്ക്കാൻ നടന്നൊക്കെ നീ കണ്ടത്. എന്നെ കുറിച്ച് അനാവശ്യം പറയരുത് കേട്ടല്ലേ. ഒരു കാര്യം പറയട്ടെ. എന്തോ ഏതോടെ വരുമെന്തോ. എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുകയാണ്, ഇങ്ങനെ എന്തിനാണ് മൂത്തോനെന്ന് വിളിക്കുന്നത്? എടാ, ഇങ്ങേർക്ക് താഴെ 12 അനിയന്മാരുണ്ട്. പിന്നെ ഇങ്ങനെ അനിയൻ കൂട്ടാന്ന് വിളിക്കാൻ പറ്റും. മൂത്തോനെന്നല്ലേ വിളിക്കാൻ പറ്റും. പ്രായം പറ്റി നോക്കണമെങ്കിൽ മുതുക്കൻ എന്നാണ് വിളിക്കേണ്ടത്. നിങ്ങൾ എന്താ അവിടെ കിടന്ന് കുശു കുശു എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നേ? ഒന്നുമില്ല നാത്തൂനെ. അങ്ങനെ പറ. നമ്മുടെ യൂത്ത് വിങ്ങിന്റെ കലാപരിപാടിയെ പറ്റി പറഞ്ഞില്ലല്ലോ നീ. അയ്യോ, എനിക്ക് സത്യം പറഞ്ഞ ഇവിടെ എന്തോന്ന് പരിപാടി നടക്കണമെന്ന് പറഞ്ഞത്? ഇവിടെ ഇപ്പൊ നമ്മുടെ നീലിനെ ആദരിക്കുന്ന ചടങ്ങല്ലേ നടക്കാൻ ഇല്ല, അവളെ ആദരിക്കും. എനിക്ക് അതിനോട് ഒരു താല്പര്യമില്ല. പിന്നെ നമ്മുടെ ഈ പ്രേതലോകത്തിന്റെ യൂത്ത് വിങ്ങിന്റെ സെക്രട്ടറി എന്ന നിലയ്ക്ക് എന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അടുത്ത പ്രാവശ്യത്തെ നമ്മുടെ വാർഷിക ആഘോഷ പരിപാടികളെ കുറിച്ചാണ്. കാര്യപരിപാടികൾക്ക് ഞാൻ മറ്റേ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ തരും, കൈയടിച്ച് പാസ്സാക്കി തരണം. കാര്യപരിപാടികൾ എന്ന് പറയുമ്പോൾ ഒരു 10-10:30 മണിയാകുമ്പോൾ ഞാനും വടേഷിയും കൂടെ കാര്യപരിപാടിയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങും. കാര്യമായിട്ട് തന്നെ പരിപാടി. കളി അടിക്കില്ല, ഞാൻ കാര്യം പറഞ്ഞതേ ഉള്ളൂ, ബാക്കി പറ. ഒരു 12:30 മണിയോട് കൂടി, രാത്രി 12:30 മണിയോട് കൂടി കരിങ്കൊടി ഉയർത്തും. കരിങ്കടി ഉയർത്തൽ. അങ്ങനെ പറ. അത് കഴിഞ്ഞാൽ അസ്ഥികൂടത്തിന് പൊട്ടുകുത്തൽ. അത് കഴിഞ്ഞിട്ട് കണ്ണ് കെട്ടി തലയോട്ടി അടി മത്സരം. അപ്പൊ മറ്റേ മത്സരമില്ലേ? എന്തോന്ന് മത്സരം? മറ്റേ മത്സരമില്ലേ? ഏത് മത്സരം? കുപ്പിയിൽ ബ്ലഡ് നിറയ്ക്കൽ. എടാ, പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. കുപ്പിയിൽ ബ്ലഡ് നിറയ്ക്കാൻ വരുന്നവൻ അതെടുത്ത് കുടിക്കരുത്. പിന്നെ വെളുപ്പിന് ഒരു 3-3:30 മണിയോട് കൂടി ബാറ്റ്സ് ബീറ്റ്സിന്റെ ഹൊറർ ഗാനമേള. അതുകൊള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഹൊറർ ഗാനമേളയ്ക്ക് ഹൊറർ പാട്ട് മാത്രമേ പാടാവൂ, അല്ല മന്മരാസ പാടരുത്. മന്മഥരാസ പാടിയിട്ട് വേണം ഈ നാത്തൂൻ ഇവിടെ കിടന്ന് പുഴു അടിക്കാൻ. നാത്തൂനല്ല, മൂത്തോൻ. സോറി, സോമൻ. അപ്പൊ എനിക്ക് കൂടുതൽ കാര്യങ്ങളൊന്നും പറയാനില്ല. ഇവിടെ എന്തൊരു പരിപാടി ഇവിടെ നടക്കുന്നത്? ഇവിടെ ലോക സിനിമയിൽ നീലി ഹിറ്റായല്ലോ, അങ്ങനെ നീലിയെ ആദരിക്കുന്ന ചടങ്ങാണ് നടക്കാൻ. അതൊക്കെ അവിടെ നിക്കട്ട്. ആര് മറ്റേ ആദരിക്കാൻ വരണത്? ആദരിക്കാൻ വരുന്നത് സർപ്രൈസ് ആണ്. എടാ, കപ്പൈസ് ഒക്കെ തിന്നു കഴിഞ്ഞാൽ തൊണ്ടതാണ്. സർപ്രൈസ് അല്ല, സർപ്രൈസ്. ഇംഗ്ലീഷ് നടനാ?
എടാ അതല്ലടാ സർപ്രൈസ്. എടാ അതെന്തോന്ന് സർപ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഒരാൾ വരുമ്പോ നമ്മൾ അറിയാതെ പറയൂല, അതാണ് സർപ്രൈസ്. അറിയാതെ പറഞ്ഞു സോമൻ ഇത് പറഞ്ഞ് മനസ്സിലാക്കും. അറിയാതെ പറഞ്ഞിട്ടുണ്ട് കാര്യം. അതെന്താ അറിയാതെ പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് നമ്മളിങ്ങനെ പെട്ടി വെക്കുമല്ലോ, പെട്ടിക്കകത്തൊരു സാധനം വെച്ചിട്ടുണ്ടാവും. ഇതിന് പെട്ടി ഇങ്ങനെ തുറക്കുമ്പം അതിന്റെ സാധനം ഇരിക്കും, അതാണ് സർപ്രൈസ്. പെട്ടിയിലാണ് ആള് വരുന്നത്. അതല്ല പറഞ്ഞത്, ഈ വരുന്ന ആളെ കണ്ടാ നിങ്ങൾ ഞെട്ടും, അതാണ് സർപ്രൈസ്. എടാ ഇവൻ പറയണ് പെട്ടിയിൽ തുറക്കുമ്പോഴാണെന്ന്, ഇപ്പം പറയണ് വരുന്ന ആളിനെ കാണുമ്പോ ഞെട്ടുന്ന്. ഇതിൽ ഏതാണ് സർപ്രൈസ് പറ. ഒരു കാര്യം പറയട്ടെ, ഈ വരുന്ന ആളെ കാണുമ്പോ നിങ്ങൾ ഞെട്ടും, അതാണ് സർപ്രൈസ്. ഞെട്ടുവോ? ഞെട്ടുവെങ്കിൽ ഞാൻ സർപ്രൈസ് എങ്കിൽ എന്തൊരു സർപ്രൈസ്. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യട്ടെ. നമ്മൾ ഇവിടെ എന്തിനാണ് വന്നത്? എന്തിനാണ് നമ്മൾ നീലി ആദരിക്കാൻ. അപ്പൊ നീലി എവിടെ? നീലിയെ വിളിക്കാം. വിളിക്ക്. എന്റെ പൊന്ന് നാത്തൂനെ നോക്കിക്കൊണ്ടിരിക്കാതെ വിളി. നാത്തൂനല്ല, മൂത്തോൻ. എന്നാ മുതുക്കൻ വിളി. ഞാനെന്നാ നീലിയെ വിളിക്കാം. വിളിക്ക്. മലയാള ഹൊറർ സിനിമകൾക്ക് പുതിയ മാനങ്ങൾ നൽകിയ മലയാള ഹൊറർ സിനിമയിലെ പുതിയ ലേഡീസ് സൂപ്പർ സ്റ്റാർ, അതെ, കള്ളിയങ്കാട്ട് നീലി. ഇങ്ങോട്ട് വയ്ക്കാണ്, ഇതല്ല ഏറെ നിർത്തിക്കാണ്. താത്തറക്ക്, ഇത്തിരി താത്തറക്ക്. അടിപൊളി കേട്ടാ, സിനിമ ഉണ്ട്, അടിപൊളിയായിരുന്നു. കൺട്രാക്ട് നല്ലൊരു ഇങ്ങനെ കൺഗ്രാജുലേഷൻ. കൺഗ്രാജുലേഷൻ. നീലിക്കുട്ടി, നമ്മുടെ സിനിമാക്കാരുടെ മാനം കാത്തു. അടിപൊളിയായിട്ടുണ്ട്, സൂപ്പർ. നമ്മുടെ പ്രേത ലോകത്തിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് തെറ്റിച്ചാണ് ഇവള് ആ സിനിമയിൽ അഭിനയിച്ചറിയാമോ? ഞാൻ എന്തോ തെറ്റിച്ചെന്ന് നീ പറയണേ? നിന്റെ പേര് നീലി എന്നല്ലേ? എന്നോട്ട് നിന്റെ പേര് ചന്ദ്രൻ നായർ. അത് എന്റെ പേരല്ലല്ലോ, അതാ കല്യാണിയുടെ പേരല്ലേ? എല്ലാം പോട്ട് വെള്ളസാരി എടുത്തോണ്ട് ഹൊറർ പാട്ടും പാടിക്കൊണ്ട് വരാതെ ഒരു നീല നിശീതിനി ഒന്ന് പോട്ട് പുതുമഴയായി വന്നു. എത്ര പാട്ട് കിടക്കണം, ഇതൊന്നും പാടാതെ ഇവള് വന്നേക്കണേ. കിണിയേ കിണിയേ. നീ എന്റെ അടുത്ത് ചാടിയിട്ട് എന്താ കാര്യം? അതൊക്കെ സിനിമാക്കാര് ഉണ്ടാക്കിയതല്ലേ? കള്ളിയങ്കാട്ട് ഒരു മണ്ട പോയ പനേര മണ്ടയിൽ ജീവിച്ചോണ്ടിരുന്ന ഇവള് ബാംഗ്ലൂര് 4 നിലയുള്ള ഒരു ഫ്ലാറ്റിൽ ഹെഡ്സെറ്റും വെച്ച് പാട്ട് പാടിക്കൊണ്ട് ഞാൻ ഇതൊന്നും ചെയ്തതല്ലല്ലോ, അറിഞ്ഞോണ്ട് ചെയ്തില്ല. ഡയറക്ടർ പറഞ്ഞത് കൊണ്ട് കല്യാണി അത് അഭിനയിച്ചു. അത് നീ പോയി ഡൊമിനിക്കാരനോട് ചോദിക്കും. നാത്തും കേക്കണം, മൂത്തം കേക്കണം. എനിക്ക് ഏറ്റവും വലിയ വിഷമം എന്താണെന്നറിയാമോ? നമ്മൾ 1 ഔൺസ് ചോരയ്ക്ക് വേണ്ടി വല്ല പൊന്തക്കാട്ടിലോ പനേരയോടോ എവിടെയെങ്കിലും മറഞ്ഞിരുന്ന് ഏവനെങ്കിലും വന്നാ അവന്റെ പിറകെ ഓടിച്ചിട്ട് പേടിപ്പിച്ച് എവിടെയെങ്കിലും കൊണ്ടിട്ട് കഷ്ടപ്പെട്ട് കുടിക്കുമ്പം ഇവള് ഓൺലൈനിൽ ബുക്ക് ചെയ്ത് ചോര കുടിക്കണം. ഇത് ന്യായമാണ്, ന്യായം. കണ്ടാ ചോരം കൊണ്ടാണ് അവള് വന്നേക്കണ. കണ്ടാ ഓടാ നോക്കടാ. എനിക്ക് വേണ്ട, എനിക്ക് വേണ്ട. അത് കുടിച്ചോടാ. ഞാൻ നല്ല മിനറലൈസ്ഡ് ബ്ലഡ് ആണ് ഞാൻ കുടിക്കുന്നത്. മിനറലൈസ്ഡ് ബ്ലഡ് അറിയാം? മിനറലൈസ്ഡ് ബ്ലഡ്. എടാ അത് ഈ കേരളത്തിലുള്ള മൊത്തം ആൾക്കാർക്ക് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ സാധനമൊക്കെ അല്ലേ? അതുകൊണ്ട് പ്യൂരിഫൈ ചെയ്ത മിനറലൈസ്ഡ് ബ്ലഡ് ആണ് ഞാൻ കുടിക്കുന്നത്. എനിക്കുള്ള ബ്ലഡ് ഒന്നും വേണ്ട. ഇത് മോശമായി പോയി, ഇത് അവൾ അംഗീകരിക്കാതെ എടാ ഇവന്റെ പണ്ട് മുതലേ ഉള്ള അസുഖമാണ് എന്നെ അംഗീകരിക്കുക. എന്തുകൊണ്ട്? അസൂയ. കാരണം ഇവന്റെ പേരിൽ പൂച്ചാണ്ടി എന്ന് പറഞ്ഞ ആരെങ്കിലും സിനിമ എടുത്തിട്ടുണ്ടോ? ഇല്ല. ആർക്കും ഒരു നിന്നെ പേടിപ്പെടുത്താനല്ലടാ നിന്റെ പേര് പറയണത് പൂച്ചാണ്ടി. അതുകൊണ്ടല്ലടാ നിനക്ക് എന്റെ അടുത്ത് ഇത്ര അസൂയ കുശുമ്പോക്കെ. വൃത്തിയിട്ടവനെ. വേറെ കേസുണ്ട്. സർപ്രൈസ് ആയിട്ട് ഇപ്പൊ ആളിങ് എത്തും, ആദരിക്കലങ്ങ് തുടങ്ങും. അത് നിങ്ങൾ മറക്കരുത് കേട്ടോ. ആരെന്ന് പറയൂ? സർപ്രൈസ് ആയിട്ട് വരണത് ആരെന്ന് പറഞ്ഞു തരൂ. പറയട്ടാ പറയട്ടാ പറയൂലല്ലേ? സർപ്രൈസ്. അല്ലല്ല, എന്താണ് നമ്മുടെ ഈ ആദരിക്കുന്നതിന്റെ പരിപാടികൾ എങ്ങനെയാണ്? ആദരിക്കലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
പൊന്നാടയിട്ട് ആദരിക്കും. ഏടാ എന്തുവാടാ പൊന്നാടയൊക്കെ എപ്പോഴും ഉള്ളതല്ലേ, എന്തെങ്കിലും ഒരു വെറൈറ്റിക്ക് നമുക്ക് എന്തെങ്കിലും പിടിക്കാം. ഒരു പക്കാവട ഇട്ട് നിന്നെ ആദരിച്ചാലോ? ഞാൻ പറഞ്ഞു ചോരാട, ചോരാടിട്ട് ആദരിക്കും. ചോരാട. ചോരാട അത് ഓക്കെ. ചോരാട ചോരാട മതി, ചോരാട. നിനക്ക് രസപ്പെടാൻ പപ്പടം കുരുട്ടി. നല്ല ചോരയുള്ളൊരു മനുഷ്യന്റെ മണോടാ. വാടാ പോയി കൊന്ന് ചോര കുടിക്കണ. വാടാ പോയി കൊന്ന് ചോര കുടിക്കണ. വാടാ. എന്തിനാടാ കൊന്നിട്ട്? അവന് നമ്മളെ പോലെ പ്രേതമായിട്ട് നടക്കാനോ? നമ്മൾ പ്രേതങ്ങളാണ്, മനുഷ്യരല്ല. നമ്മൾ പ്രേതങ്ങളാണ്, മനുഷ്യരല്ല. നമ്മൾ പ്രേതങ്ങളാണ്, മനുഷ്യരല്ല. എന്തിനാണ് കൊന്നിട്ട്, എന്തിനാണ് കൊന്നിട്ട്? അയാളും ഇവിടെ നമ്മളെ പോലെ ചോര കിട്ടാതെ ജീവിക്കാനാണോ? അയാളും ഇവിടെ നമ്മളെ പോലെ ചോര കിട്ടാതെ ജീവിക്കാനാണോ? നമ്മൾ പ്രേതങ്ങളാണ്, മനുഷ്യരല്ല. നമ്മൾ പ്രേതങ്ങളാണ്, മനുഷ്യരല്ല. നമ്മൾ ഇടപെടേണ്ട, പുള്ളി ഒറ്റയ്ക്ക് പാടില്ല. ഒരു കാര്യമുണ്ട്, കൂട്ടത്തിൽ പാടിക്കഴിഞ്ഞാൽ തെറ്റിയാ അറിയൂല. ഒറ്റയ്ക്ക് പാടിയാ പിടിക്കും, ഇന്നത് കൊടുക്കും. അതുകൊണ്ട് ഇനി പാട്ട് പാടില്ല. അപ്പൊ നമ്മളിനി സമയം കളയണ്ട, ആദരിക്കാനുള്ള ആളിപ്പം എത്തും. എടാ എടാ ഇനിയെങ്കിലും പറയടാ, ആദരിക്കാൻ വരണത് ആരെന്ന് ഒന്ന് സർപ്രൈസ് പൊളിക്കൊന്ന്. എന്നാ കേട്ടോ, നീലയെ ആദരിക്കാൻ വരുന്ന ആള്, നീലയെ ആദരിക്കാൻ വരുന്ന ആള് ആരെന്നറിയാമോ? കടമറ്റത്ത് കത്തരാ. ഹലോ, അയ്യോ നിങ്ങളെന്തിന്? ആ പേ പിടിച്ച പ്രേതം എവിടെ പോയടാ? കടമറ്റത്ത് കത്തനാട് വന്ന് ആദരിക്കും. അടിപൊളിയല്ലേ? അടിപൊളിയാ. അങ്ങേര് വന്നാ ഇവിടെ ആണിയടിയായിരിക്കും. ആണിയടി. ഞാൻ സർപ്രൈസ് ആയിട്ട് കൊണ്ടുവന്നാണ്. ഇതുവരെ ഇങ്ങനെ ആരും വന്നിട്ടില്ല, അതുകൊണ്ട് കൊണ്ടുവന്നതാണ്. വല്ല പനേല പാലയിലൊക്കെ നമ്മൾ ആണി അടിച്ച് തളയ്ക്കോടാ. ഞാനാണെങ്കിൽ ലൊക്കേഷൻ ഇട്ട് കൊടുത്തു. മൂത്തോനെ ഞാൻ ഒറ്റ കാര്യം പറയാം. ലൊക്കേഷൻ ഇട്ട് കൊടുത്ത സ്ഥിതിക്ക് ഇനി ഒറ്റ വഴിയുള്ളൂ. എന്ത്? ഈ ലൊക്കേഷനിൽ നിന്ന് എങ്ങനെയെങ്കിലും റെഡി 1 2 3 കപ്പ് കേക്ക്. അയ്യോ ഞാനേ ചെറിയൊരു അബദ്ധം പറ്റി. എസ്കേപ്പ് എന്ന് പറയുന്നതിന് പകരം കൊതി കൊണ്ട് കപ്പ് കേക്ക് എന്ന് പറഞ്ഞു പോയി. സാറേ നമുക്കേ അവരൊന്ന് റീവൈൻഡ് ചെയ്ത് വരുത്തിക്കാൻ പറ്റുമോ സാർ? ആണോ? ഞാനേ പെട്ടെന്ന് പറഞ്ഞപ്പോ തെറ്റിപ്പോയി. എന്തായാലും നമ്മൾ പെട്ട്. ഇനി ആ കടമറ്റത്ത് കത്തനായി വരുന്നതിന് മുന്നേ നമുക്ക് എങ്ങോട്ടെങ്കിലും എസ്കേക്ക് ആവാം. എസ്കേക്ക് ആവാം. പൂ കേക്ക് എസ്കേക്ക് ഒന്നും അല്ലടാ. റെഡി 1 2 3 അടിപൊളി പൊളി പൊളി. ചിരിരംഗത്തട്ടിൽ ചിരിപ്പിച്ചു കൊല്ലാനായി എത്തുന്നു അങ്ങ് കാട്ടാക്കടയിൽ നിന്നും രഞ്ജിത്ത് ആൻഡ് ജന്തീഷ്. ഒപ്പം കോഴിക്കോട് നിന്നും എത്തുന്നു രാജമാത ഐശ്വര്യ. ഭടന്മാരെ ചിരിക്കാൻ തയ്യാറാണോ? ശ്വേതമാത ബാറ്ററി ഓൺ ചെയ്താലോ? ഓൺ ചെയ്യുക. ഓണായിരിക്കുകയാണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അപ്പൊ നമുക്ക് സ്കിപ്പ് കാണാം. സൂപ്പർ.
രാജമാതാ ശിവകാമി, ഇതാ ബാഹുബലിയുടെ രക്തം പുരണ്ട വാൾ. ഇത് രാജകൽപ്പന. നീ തെറ്റ് ചെയ്തു ശിവകാമി. കട്ടപ്പ. മരിക്കാൻ നേരം എന്റെ മടിയിൽ കിടന്നുകൊണ്ട് ബാഹുബലി പറഞ്ഞത് എന്താണെന്നറിയാമോ? എന്റെ അമ്മയെ പൊന്നുപോലെ നോക്കണേ, പൊന്നുപോലെ നോക്കണേ. പൊന്നുപോലെ നോക്കാം. പൊട്ടിച്ച് പൊട്ടിച്ച് യാദോ പ്രോപ്പർട്ടി പൊട്ടിച്ച്, യാദോ പ്രോപ്പർട്ടി പൊട്ടിച്ച്, നീ പൊട്ടിച്ച് പൊട്ടിച്ച് ഇവന്റെ കാരണം ഞാൻ അടിച്ചു പൊട്ടിച്ച്. എടാ, ശിവകാമിയും കട്ടപ്പയും തമ്മിലുള്ള പ്രശ്നം ഇതുവരെ തീർന്നില്ലേ? ഒരു ബാലെ നടത്തിക്കൊണ്ട് പോകണ കഷ്ടപ്പാട്. ഓ, ഈ ട്രോഫി വന്നതിന് ശേഷം എന്റെ ദേഹം മൊത്തം പാട്. എന്റെ ഒരു പെടാപ്പാട്. കോമഡി കഴിഞ്ഞാ നിങ്ങളെ? അതെ, ഇവന് വെരിക്കോസ് വെയിന്റെ അസുഖമുണ്ട്. പക്ഷെ എനിക്ക് കണ്ടിട്ട് തോന്നണില്ലല്ലോ. ഞരമ്പ് രോഗം. വെറിഞ്ഞരമ്പല്ല, വലിയ വലിയ ഞരമ്പ്. എടാ, കാട്ടുകപ്പയല്ല കട്ടപ്പ. കിഴങ്ങെന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെയാണെങ്കിൽ അണ്ണാ, കഴിഞ്ഞ സ്റ്റേജിൽ ബാഹുബലിന്റെ രക്തം എന്റെ കയ്യിൽ തേക്കാൻ പറഞ്ഞപ്പോ ഈ കാട്ടുകപ്പ എന്റെ വയറ്റിൽ തേച്ചേക്കുന്നു. അത് പിന്നെ ഒരുപാട് ഉണ്ടായിരുന്നു വ്യക്തി, അതുകൊണ്ട് ഞാൻ അവിടെ തേച്ചത്. കൊന്നുകളെ ഞാൻ. ഇനി നീ കയ്യിലൊന്നും തേക്കണ്ട, നീ ഇങ്ങനെ ഇരിക്കുവല്ലേ, പാദത്തിൽ അങ്ങ് തേച്ചു. എവിടെ? പാദം. പാദത്തിലോ? പാദമെങ്കിൽ പാദം നേരത്തെ പറയണ്ടേ? എടാ, എത്ര കിട്ടിയാലും പഠിക്കാത്ത ഒരു കട്ടപ്പ, നിനക്ക് കൊതിയാടാ പെണ്ണുങ്ങളെ അടി വാങ്ങിക്കാൻ? ഇനി മേല എന്റെ സമിതിയിലുള്ള ഏതെങ്കിലും പെണ്ണുങ്ങളെ ദേഹത്തിൽ നീ തൊട്ട മാപ്പ് പറയടാ, മാപ്പ് പറയാൻ. അഭിനയമാകുമ്പോ ചിലപ്പോ തട്ടിയെന്നോ മുട്ടിയെന്നോ ഒക്കെ ഇരിക്കും. അതെ, അവളുടെ മനസ്സിൽ അങ്ങനെ തോന്നുന്നുണ്ടാ. അതിന് മാപ്പ് കോപ്പെന്നൊക്കെ പറഞ്ഞാല് എന്റെ പാട്ടി പറയും, പാട്ടി ടാപ്പ്. കളിപ്പ് തീരണില്ല. ആന്ത്രാസ് കൂന്ത്രാസ് വെച്ച് ഇപ്പൊ എന്റെ അടുത്ത കേസ പോയേനെ. അത് പിന്നെ ക്യാരക്ടർ ഉൾക്കൊണ്ട് ചെയ്യുമ്പോ ചിലപ്പോ അങ്ങനെ ആയി പോവും. പൊന്നെ കട്ടപ്പേ, നീ ക്യാരക്ടർ ഉൾക്കൊള്ളുന്ന കാര്യം എന്നെ പഠിപ്പിക്കല്ലേ. ഞാൻ വർഷങ്ങൾ കൊണ്ട് ബാലയിൽ ക്യാരക്ടർ ഉൾക്കൊണ്ട് കളിക്കുന്ന ആളാണ്. യാതിന്? അയ്യ, വൈശാലിയിലെ പഠനം നീ കണ്ടിട്ടുണ്ടോ എന്റെ? അയ്യോ, അതെന്നെ ഓർമ്മിപ്പിക്കല്ലേ. ഞാനും ഉണ്ടായിരുന്നു വൈശാലിയില്. നിനക്കറിയാല്ല, വൈശാലിയില് ക്ലൈമാക്സിലാണ് ഋഷ്യശൃംഗം വന്ന് മഴ പെയ്യിപ്പിക്കണത്. മഴ പെയ്യിപ്പിക്കാൻ വേണ്ടി സ്റ്റേജില് പ്ലാസ്റ്റിക് കവറിൽ കെട്ടി വെള്ളം കെട്ടി നിർത്തിയിരിക്കുകയായിരുന്നു. ആദ്യം കാണിക്കണ സീന് രാജകൊട്ടാരം. ദാണ്ട കുന്തവുമായിട്ട് ഇങ്ങേര് ഭടനായിട്ട് വന്നിട്ട് ഇങ്ങനെ നിന്ന് ഓവർ ആക്ഷൻ കാണിച്ച് ഒറ്റ കുത്ത്. പ്ലാസ്റ്റിക് കവർ പൊട്ടി രാജകൊട്ടാരത്തിൽ ഇടിയും മഴയും. മഴ ഉണ്ടായിരുന്നു, ഇടിയില്ലായിരുന്നു. ഇല്ലായിരുന്നാ? കമ്മറ്റിക്കാരകത്ത് വന്ന് തന്നത് എന്തോന്ന്? എന്റെ അപ്പോ സഹിക്കാൻ പറ്റില്ല. ഞാനൊരു കാര്യം പറയാം. പറഞ്ഞോ. അണ്ണാ, നിങ്ങൾക്ക് ഈ സിനിമാ കഥയൊക്കെ വിട്ടിട്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിക്കൂടെ? എഴുതിയ കൊടുത്ത അമ്മച്ചി കിടക്കി സാരിയും ചുറ്റി വന്ന് നിൽക്കുന്ന കോലം. ഒരു കാര്യം മനസ്സിലാക്കണം, നിന്നെയൊക്കെ രണ്ടെണ്ണത്തിനും കൂടെ വിശ്വസിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം ഞാൻ സ്വന്തമായിട്ടൊരു ബാല എഴുതി ചെയ്തോ. എന്നിട്ട് ആ ബാല കഴിഞ്ഞ് വെളിയിലോട്ട് ഇറങ്ങിയപ്പോ കമ്മറ്റിക്കാരും നാട്ടുകാരും കൂടെ എന്നോട് ചോദിച്ചെന്താണെന്ന് അറിയാമോ? എന്താ ഇതിന്റെ കഥാസാരോ? കഥാസാരം എന്ന് പറഞ്ഞ എന്തോന്ന്? സത്യം വിളമ്പും ഇഞ്ചിയിൽ അടുത്ത് വെക്കൂലടാ, അതാണ് കഥാസാരം. അടിച്ചു തരും, അതാണ്. ഇതാകുമ്പോ പ്രശ്നമില്ല. ബാഹുബലിയാവുമ്പോ എല്ലാ കുട്ടികൾക്ക് വരെ അതിന്റെ കഥ അറിയാം. അതുകൊണ്ട് കുട്ടികൾ പോലും കാണാൻ വരില്ല, രക്ഷപ്പെട്ട്. അതാണ് കഥ. പിന്നെ എന്തിനും അറിയണം പറ. പിന്നെ ബാലെ ഞാൻ ഇവിടെ കമ്മിറ്റി ഓഫീസിൽ പോയി സംസാരിച്ചു. ഇവിടെ ഒരു ഘോഷയാത്രയുണ്ട്. രാവിലെ 3 മണിയെങ്കിലും ആവൂ എത്താൻ. നമുക്കൊരു 4 മണിക്കൊക്കെ തുടങ്ങിയാൽ മതി. 4 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ 4, 5, 6, 6:30 ആവും ബാല തീരാൻ. നേരം വെളുക്കും. അപ്പൊ ഇന്ന് അടിക്കണവന്റെ മുഖം കാണാൻ പറ്റും. അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ പ്രോപ്പർട്ടിയും കാര്യങ്ങളും എല്ലാം എടുത്ത് കറക്റ്റ് ചെയ്ത് വെക്കണം. ആ സമയത്ത് ഇവന്റെ മുമ്പ് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടരുത്. ഇല്ല. അണ്ണാ, എന്റെ തലയിൽ വെക്കുന്ന ചട്ടി കണ്ടായിരുന്ന? അതിൽ ഇതായിരിക്കുന്നേ. ഇത് ചുട്ടി, ഞാൻ പറഞ്ഞത് ചട്ടി. ചട്ടി എന്തൊരു ചട്ടി എന്നാ? നിങ്ങൾക്ക് ഇത്ര ബോധമല്ലേ? ഞാൻ ഈ തലയിൽ ചട്ടിയൊക്കെ വെച്ച് ഒരു കുന്തമൊക്കെ പിടിച്ച് രാജപ്രൗഢിയെ പോലെ ഇങ്ങനെ പോകൂലേ? ആഹാ, കുളിമുറിയിലെ കീടാണോ?
യാഹുവാ? എന്തൊരു യാഹൂ അല്ല ബാഹൂ. എടാ അവള് കരോട്ടയാണ്, നിന്നെ ഇടിക്കാനുള്ള സ്റ്റെപ്പ് ഇട്ടാണ് അങ്ങോട്ട് നോക്കിയാണ്. ചവിട്ടരുത്, ചട്ടി തരാം. ചട്ടി ഞാൻ തരും. അങ്ങനെ വെക്കരുത്. ചട്ടി തരുമ്പോൾ ചട്ടി കൊടുക്കും. ചട്ടി കൊടുക്കുമല്ലോ. കൊടുക്കുമല്ലോ ചട്ടി. ചട്ടി ഓർറ ചട്ടി കൊടുക്കും. പൊട്ടിച്ചില്ലടാ. പൊട്ടിച്ചൊന്നുമില്ല. പൊട്ടിച്ച്. ഞാൻ ചട്ടിയിൽ ഇത്തിരി ചോറ് വാങ്ങിച്ചിട്ട് വെക്കുന്നു. എനിക്ക് ആഗ്രഹമില്ല ചട്ടിച്ചോറ് തിന്നാൻ. ഈ ട്രോപ്പി കളിച്ചാൽ ജീവിതത്തിൽ ചട്ടിച്ചോറ് ഇല്ലാൻ പറ്റൂല. ഇടങ്ങോട്ട് ഞാൻ അവളെ ചട്ടി എടുത്ത് ഇത്തിരി ചോറ് വാങ്ങിച്ചു വെച്ച്. എടാ നിനക്ക് 750 രൂപ ഞാൻ ശമ്പളം തരുന്നില്ലടാ. അതിൽ 250 രൂപയ്ക്ക് പപ്പടം മാറ്റി ഞാൻ തല ഒട്ടിക്കുന്നുണ്ട്. അതിന് എനിക്കാണെങ്കിൽ ഇവിടെ നല്ല രീതിയിൽ ആഹാരം പോലും ഇല്ല. ആഹാരം പോലും ചുമ്മാ നോണ പറയല്ലേ. ഇന്നലെയും കൂടെ ഇവിടെ ദോശയും പപ്പടം ഉണ്ടായിരുന്നു. ആ ഇന്നലെ കൂടെ ദോശം പപ്പടം പപ്പടം എനിക്ക് കിട്ടിയില്ലല്ലോ. അതെന്താ വേല മുതലാളിക്കാരാ നീ തിന്നാ? എനിക്ക് കിട്ടിയായിരുന്നു. കിട്ടിയ നിനക്ക് കിട്ടിയാ? പപ്പടം കമ്മറ്റിക്കാരി ഒന്നല്ല. പിന്നെ ഞാൻ തലയിൽ പപ്പടം ഒട്ടിച്ചിട്ട് സ്റ്റേജിൽ കയറി നിന്നപ്പോഴേ ആ എറണംകെട്ട ലൈറ്റ് അടിക്കണവൻ ചൂട് കൂടിയ ലൈറ്റ് എടുത്ത തലയിലവിടെ അടിച്ചു. തലയിരുന്ന 3 പപ്പടം മൊരിഞ്ഞവളെ പാത്രത്തിൽ. ഇവിടെ ഉയരെരിഞ്ഞാണ് നിൽക്കുന്നത്. പച്ച കാറ്റ് തരും ഞാൻ. നിങ്ങൾ ഡ്രസ് ഇടില്ലേ? നിങ്ങൾ ക്യാരക്ടർ ആവാൻ വേണ്ടി ഡ്രസ് ഒന്നും ഇടില്ലേ നിങ്ങൾ? അതെ, പ്രത്യേക ശ്രദ്ധയ്ക്ക്. ഞാൻ നാട് ബാലയിലോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ ഞാൻ വേറൊരാളായി അങ്ങ് മാറും. അതുകൊണ്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോളണം. ശമ്പളം ഇങ്ങ് തരുമോ? അതെന്തിന്? അല്ല വേറെ ആളായി കഴിഞ്ഞാൽ പിന്നെ ആരെടുത്ത് നമ്മൾ ശമ്പളം ചോദിക്കും? ഇങ്ങനെ വേറെ ആളല്ലേ? എടാ ബാല കഴിയുമ്പോ ഞാൻ പഴയ ആളാവുമല്ല. അപ്പൊ ശമ്പളം തരും. തരുമോ? ഇങ്ങനെയാണെങ്കിൽ പിന്നെ ഓക്കെ. അണ്ണാ എനിക്കൊരു കംപ്ലൈന്റ് ഉണ്ട്. നിനക്ക് ഈ ഉള്ള കംപ്ലൈന്റ് മൊത്തം ഇങ്ങനെ എടുത്ത് പറയാം. ഇങ്ങനെ സ്ഥലം എസ് ഐ അന്ന് നിങ്ങൾ എടുത്ത് എപ്പോഴും എടാ ഞാൻ ഇതിന്റെ മുതലാളിയാണ്. പറ. അണ്ണാ ഈ കട്ടപ്പയ്ക്ക് ഭയങ്കര ഈഗോ ആണ്. ഇന്നലെയും കൂടെ സ്റ്റേജിൽ നിന്ന് എന്റെ അടുത്ത് ഈഗോ കാണിച്ചു. എടാ നാണം ഉണ്ടാടാ. 10-40 വയസ്സായില്ലേ? ഈ സ്റ്റേജിൽ നിന്ന് നീ എന്തിനു ഈഗോ കാണിക്കുന്നു? അത് എന്റെ അടുത്തല്ല ചോദിക്കേണ്ടത്. പിന്നെ ഡ്രസ് അടിച്ചവന്റെ അടുത്ത് ചോദിക്കണം. ഡ്രസ് നേരെ അടിച്ചില്ലെങ്കിലേ ഈഗോ ഒക്കെ നാട്ടുകാർ കാണും. നീ എന്തൊരു ഉദ്ദേശിച്ചത്? ഈഗോ എന്ന് പറഞ്ഞാ മറ്റേ അയ്യോ ഇതെന്നെ കൊണ്ടേ പോകും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ 3 മണിയെ കഴിയുമെന്ന്. അപ്പൊ നമ്മള് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നീ ലാസ്റ്റ് സീനില് ആ മറ്റേ ബാഹുലേനല്ലട അങ്ങനെ പേരെന്താടാ? കാലകേയിലുള്ള യുദ്ധം ഉണ്ടല്ല, ആ സമയത്ത് അതിന് മുമ്പേ പറയുന്ന ഡയലോഗ് മൊത്തം തെറ്റാണ്. കാലകേയന്റെ കാര്യം തന്നെ ഞാനും പറയാൻ വന്നത്. കാലകേയന്റെ കാര്യം മാത്രം എന്റെ അടുത്ത് മിണ്ടരുത്. ഈ കാലകേയന്റെ അടുത്ത് മറ്റേ ഭാഷ പഠിക്കാൻ വേണ്ടി നിമ്മ ടിക്ര പഠിക്കാൻ വേണ്ടിട്ട് അച്ചാർ മുക്കി നക്കാൻ പറഞ്ഞ് ഇപ്പൊ അവൻ അച്ചാർ മുക്കി നക്കിയിട്ട് 2 എണ്ണം അടിച്ചിട്ട് വരും. എന്നിട്ട് അവന് പ്രാന്തളവിട്ട് വാളെടുത്ത് കറക്കിട്ട് 16 കർത്തനാണ് വെട്ടി തള്ളിയിട്ട്. അത് ക്ലൈമാക്സ് പഞ്ചിന് ഒരു യുദ്ധം വേണ്ടി, അതിനു വേണ്ടി. ക്ലൈമാക്സ് പഞ്ചിൽ യുദ്ധം. ഞാൻ ഒരു കാര്യം പറയാം. സ്ഥിരം നമ്മളെ ബാല ഇവിടെ നടക്കുമ്പോ സൈഡിൽ ഒരുത്തം വന്ന് നിന്നും നോക്കണ്. ഇവ എന്തിനാണ് ഈ സൈഡിൽ വന്ന് നോക്കണേ? ഇവരെ വെളി പിടിച്ച് ഇറക്കി വിട്ടു. ആരടാ അത്? ക്യാമറയാണത്. അതുകൊണ്ട് അതാണാ ആ നിക്കണവൻ. എടാ കട്ടപ്പേ, അവനാണ് ക്ലൈമാക്സിൽ കയറുന്ന രാജാവ്. ഞാൻ കണ്ടിട്ടില്ല അവനെ ഇതുവരെ. അതിന് നമ്മള് ക്ലൈമാക്സ് എവിടെ കളിച്ചു? പകുതിയാകുമ്പോ നമ്മളെ പറഞ്ഞു വിടൂല്ല. അവ അങ്ങോട്ട് നിക്കാണ്. അതാണോ? അവ ആർട്ടിസ്റ്റ് ആയിരുന്നാ? ഇതാണ് പറയണത്. ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ ക്ലൈമാക്സ് കൊള്ളൂല. സത്യം. സിനിമയിലെ ക്ലൈമാക്സ് ആണ് നമ്മുടെ ഈ ബാലയുടെ ക്ലൈമാക്സ്. അതായത് കട്ടപ്പ ബാഹുബലിയെ കൊല്ലുന്നു. അത് തന്നെയാണ് സിനിമയിലത്. അത് തന്നെയാണ് നമ്മളെ ബാലയുടെ. പക്ഷെ നമ്മളത് മാറ്റണം. അതായത് കുറച്ചും കൂടെ വേണം. അതായത് കട്ടപ്പ ബാഹുബലിയെ കൊല്ലുന്നു. അത് കഴിഞ്ഞ് കട്ടപ്പ ജയിലിലാവും. ഈ കട്ടപ്പ ജയിലിലാവുന്നതും അവിടെ കട്ടപ്പയെ കാണാൻ ആമി വരുന്നു. ആര് വരുന്നു? ശിവകാമി വരുന്നു. അവിടെ കട്ടപ്പ ഇങ്ങനെ അഴിയിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ പറയും, ഞാൻ ഈ കട്ടപ്പ ഒരു തെറ്റാണ്, ഇനി ഈ തെറ്റില്ല. എന്റെ മനസ്സിൽ ഞാൻ തന്നെ വരച്ചിട്ടൊരു ചിത്രമുണ്ട്. മകിഴ്മതി കൊട്ടാരവും കുണ്ടന്നൂരും അല്ല കുണ്ടലദേശം എന്ന് പറഞ്ഞിട്ട് കണ്ണടച്ചുകൊണ്ട് കട്ടപ്പ ഇങ്ങനെ നടന്നു. ഒരു രാത്രി കൂടി വിടവാങ്ങവേ. അവിടെ നമ്മൾ ടൈറ്റിൽ എഴുതി കാണിക്കുന്നു, സമ്മറിൻ മകിഷ്മതി. അയ്യോ പ്രസിഡന്റ് വിളിക്കുന്നു. ഭയങ്കര ചൂടുള്ള പ്രസിഡന്റാണ്. ഹലോ. അയ്യോ ഇന്നത്തെ പരിപാടിക്കാർ ബാഗെല്ലാം കൂടെ വാരിക്കെട്ടറി ജീവൻ വാരിക്കെട്ടോ. അയ്യോ അപ്പൊ പോണ്ടേ?
അതല്ല നമ്മളെ ബാലയെ കാണാനേ ഇന്നൊരു ഗസ്റ്റ് വരണമെന്ന്. അപ്പൊ നമ്മൾ ഇന്ന് പൊളിക്കും. ആര് പറഞ്ഞത്? ആരെന്നാ ഈ ബാഹുബലി സിനിമയെ യഥാർത്ഥത്തിൽ ഡയറക്ട് ചെയ്ത രാജമൗലി സാറ്. അയ്യോ, രാജമൗലി വന്ന് നമ്മളെ ബാഹുബലി കാണുമെങ്കിൽ അടുത്ത വർഷം നമ്മളെ ബാഹുബലി. ആഹാ, അതെന്തൊരു സ്വഭാവോടെ നമ്മൾ മൂന്നും ഒരുമിച്ചല്ലേ വന്നത് ഇവിടെ. എന്നിട്ട് നീയൊക്കെ എന്നെ വിളിക്കാതെ അങ്ങ് ബോധം കെട്ടാ. ആരും ഇല്ലല്ലോ. എടാ, ആരെങ്കിലും രാജമൗലി വരണമെന്ന് പറഞ്ഞാ. അണ്ണാ ഓ, അണ്ണന്റെ ബാലയെ കാണാൻ രാജമൗലി വരുന്നത്. അയ്യോ പട്ടി നല്ലായിരുന്നു. ഞാൻ ആലോചിക്കുമായിരുന്നു ഈ ഐശ്വര്യയുടെ ഒരു കഷ്ടപ്പാട്. ഇവര് രണ്ടുപേരും ഭയങ്കര എനർജി. അപ്പൊ ഈ റിഹേഴ്സലിന്റെ സമയത്ത് ഐശ്വര്യക്ക് എന്തോരം തളർന്നിട്ടുണ്ടാവും. ഇവരുടെ കൂടെ ഇങ്ങനെ കാട്ടേക്ക് പിടിച്ച് ഉണ്ടാവില്ലേ? ഇല്ലില്ല, അവർക്ക് പറ്റിയ ആളാണ് ഐശ്വര്യ. ആണ്, പക്ഷെ എന്നാലും ഞാൻ പറയുന്നത് എന്നെ എനർജിയിലായിരുന്നു. ആൻഡ് ഗെറ്റപ്പ് ഒരു രക്ഷയില്ല അല്ലെ? എല്ലാരും സൂപ്പർ. ഈ നമ്മുടെ പപ്പടം കോൺസെപ്റ്റ് ഇല്ലേ, അത് സൂപ്പറായിരുന്നു. സൂപ്പർ. ഞാൻ ആ കൊമളകളൊക്കെ വിഷ്വലൈസ് അങ്ങനെ അതെ, ബബിൾസ് വരുന്നത് അല്ലേ? ശരിക്കും എനിക്ക് തുടക്കത്തിൽ ഒരു സിനിമ കണ്ട പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ഇവിടെ ആ സ്റ്റാർട്ടിങ് ഫസ്റ്റ് സീനില്ലേ? ആ ഫസ്റ്റ് സീൻ അടിപൊളിയായിരുന്നു. വരുന്നേ. അപ്പൊ എന്തായാലും സിനിമ എഫക്ട് ചെയ്ത ഈ ഒരു സ്കിറ്റിന് എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നോക്കിയാലോ? റെഡിയാണോ ഗൈസ്? നോക്കാം. പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ കരനിറയെ പണമൊഴുകണ കളി പറന്നിറയേണ്ട ചിരി ചിരി പല ചിരി ധൃതതുണ്ടന പേടിച്ചു. അതെന്താ പറയാ? സത്യം പറ. ഫോട്ടോ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചില്ലേ? ഫോട്ടോ കിട്ടണമെന്ന് പ്രതീക്ഷിച്ച്. Wow, intuition. That's really nice. 40 എങ്കിലും കിട്ടണമെന്ന് പ്രതീക്ഷിച്ചു. 40 താഴരുത്. അപ്പൊ അതാണ് correct ആണ്. 10 10 10 10 സെറ്റ്. ആഹാ, ഇടയ്ക്കൊരു 10 കയറി. അത് കഴിഞ്ഞു. നിങ്ങൾ നേരത്തെ ഒരു പ്ലസ് പറഞ്ഞില്ലേ? പാവല്ലേ, വല്ലപ്പോഴും നിൽക്കുന്നില്ലേ? എന്തേലൊക്കെ താണ. Okay. ശരി, അപ്പൊ ചേച്ചി 40,000 ഇട്ട് കൊടുക്കണേ. ദാ. 40,000 rupees credited. അപ്പൊ അടുത്ത തവണ അടിപൊളിയായിട്ട് പെർഫോം ചെയ്ത് മുന്നോട്ടേക്ക് വരാം. ഓക്കെ, സംഭവം അങ്ങനെ ഉണ്ട്. അടിപൊളി. ഇതാണ് പറഞ്ഞത്. നമ്മള് ഓരോരുത്തരെ കാണുമ്പോൾ നമുക്ക് ഓരോ പ്രതീക്ഷകളുണ്ടല്ലോ. ഓരോ സാധനമായിട്ട് വരും. ആദ്യം ചിക്കൻ ആയിട്ട് വന്നു, പിന്നെ വേറെ റോക്കറ്റ് ആയിട്ട് വന്നു. ഇപ്പൊ ഒരു കിടില ഹോസ്പിറ്റലായിട്ടാണ് വന്നിരിക്കുന്നത്. കാര്യം വരുമാനം കൂടി. കോഴിക്കടന്ന് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് രണ്ടുപേരും കൂടെ. അപ്പം മനസ്സിലായല്ലോ, നിഖിലും നീലിമയും ഗംഭീര പെർഫോമൻസ് ആണ്. ഇനി ഇവർക്ക് ഹയസ്റ്റ് മാർക്ക് വേണമെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ബാറ്ററി ഫുൾ ഓൺ പവർ ആക്കി നിങ്ങൾ കൊടുക്കണം. കൊടുക്കൂലേ? ചിരിച്ച് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. ചേച്ചി ബാറ്ററി ഒന്ന് ഓണാക്കി. ബാറ്ററി ഓണായി. ഹലോ, ഇല്ല കുട്ടി, എന്റെ ഇൻസ്റ്റാറിയിൽ കണ്ടെന്ന് എനിക്ക് മുമ്പേ പറഞ്ഞായിരുന്നു. നമുക്ക് ഇവ ചുമ്മാ നമ്പർ എന്നോട് പറഞ്ഞായിരുന്നു. യവന് മാത്രം എങ്ങനെയാടാ എല്ലാ സ്കിറ്റും കഴിയുമ്പോഴും യവന്റെ ഇൻസ്റ്റയിൽ റീൽ ഉണ്ട് ഒരാൾ അവിടെ വരുന്നത്? ചെയ്യാം, തിരക്കുള്ളവരായി പോയില്ല. അല്ലല്ല, രാവിലെ വന്നിട്ട് ഓഡിയൻസിൽ വിളിക്കും. വാ, ഇത് കാണ്, എങ്ങനെയുണ്ട്, കൊള്ളാം, അവിടെ വരുമ്പോ ഞാൻ പറഞ്ഞോളാം, പൊക്കോ. അപ്പം ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ ആണ് ചോദിച്ചേ. അപ്പം ഓൾ ദി ബെസ്റ്റ്. ഓൾ ദ ബെസ്റ്റ്. ശശീന്ദ്രൻ ഡോക്ടർ പാരസെറ്റാമോളിന്റെ ഒരു കൊട്ടേഷനും നമുക്ക് തന്നില്ലെന്നോ? ആ വേട്ടവളിയിൽ അങ്ങനെ പറഞ്ഞോ? ഈ ഒരു കാര്യം ചെയ്യ്, അയാളുടെ ഗോവ ട്രിപ്പിന്റെ ടിക്കറ്റ് ഇല്ലയോ, അതങ്ങ് ക്യാൻസൽ ചെയ്തേക്കെ. അയാളിപ്പോ അങ്ങനെ നമ്മുടെ കമ്പനിയുടെ ചെലവില് ഗോവയ്ക്ക് പോകണ്ട. എടാ ഗോവയ്ക്ക് അല്ലടാ, ഗോവയ്ക്ക് പോകണ്ടെന്ന്. ഞാൻ ഈ ഡോക്ടറെ ഒന്ന് ചാക്കിലാക്കട്ടെ. ഡോക്ടർ, ഡോക്ടർ വാരണം. ഡോക്ടർ വാരില്ല, ആ സൈഡിൽ അടിച്ചു കൂട്ടിയിട്ടിട്ടുണ്ട്, ആവശ്യത്തിന് വാരിക്കും. അയ്യോ, അങ്ങനല്ല ഡോക്ടറെ പറഞ്ഞത്. ഡോക്ടറെ എനിക്ക് അകത്തോട്ട് വരണം എന്നാ ഉദ്ദേശിച്ചേ. ആ കേറി വരൂ. അയ്യോ, ഈ തലവേദനയായിരുന്നാ? ദൈവമേ. എടോ, തന്റെ കയ്യില് തലവേദനയുടെ മരുന്നുണ്ടോടോ? ആ ഉണ്ടല്ലോ. അല്ല, ഇപ്പൊ എന്തോ ഒരു തലവേദന? ഇപ്പൊ തലവേദന ഇല്ല, താൻ കുറച്ച് കഴിയുമ്പോ എനിക്കൊരു തലവേദനയാകും. ആ ചുമ്മാതല്ല ഡോക്ടറെ, എന്റെ തലവട്ടം കണ്ടു കഴിയുമ്പോണ്ടല്ലോ എല്ലാ ഡോക്ടർമാരും അപ്പൊ തന്നെ ആദ്യം തലവേദനയുടെ മരുന്നങ്ങ് മേടിച്ച് കഴിക്കും. ഇപ്പോഴല്ലേ എനിക്ക് അതിന്റെ കുട്ടൻസ് മനസ്സിലായേ. ആ ഡോക്ടറെ, പിന്നെ ഞങ്ങളുടെ കമ്പനി പുതിയൊരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നുണ്ട്. നിങ്ങളുടെ കമ്പനിയുടെ പല പ്രോഡക്റ്റും കഴിച്ചവര് ഇവിടെ ICU പോലും ഇറങ്ങണില്ല. അതുപോലല്ല മാഡം ഈ പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റ് മാഡം ഞങ്ങൾക്ക് വിറ്റ് തന്നാൽ
മാഡത്തിന് ഫാമിലിയായിട്ട് സിംഗപ്പൂർ പോകാനുള്ള ഒരു സുവർണ അവസരമുണ്ട്. വിറ്റ് തന്നില്ലെങ്കിൽ വിറ്റ് തന്നില്ലെങ്കിൽ മാഡത്തിന് 3 രൂപ 50 പൈസ ടിക്കറ്റ് തരാം. ഇതെന്തിനാടോ? വീട്ടിൽ പോകാൻ. താനേ കഴിഞ്ഞ ദിവസം ഇവിടെ കൊണ്ടുവന്ന മരുന്നൊക്കെ മൃഗങ്ങൾക്ക് കൊടുക്കാനുള്ള മരുന്നാണെന്നല്ലോടോ. അത് നിങ്ങളെ ഈ സ്റ്റാഫില്ലയോ? എന്റെ വരവ് കാണുമ്പോഴേ അവരൊരുമാതിരി മൃഗത്തോട് പെരുമാറുന്ന പോലെ എന്നോട് പെരുമാറുന്ന. എടോ അത് തന്റെ കയ്യിലിരിപ്പിന്റെയാ. മിസ് കുളിർമോ? കുളിർമയോ? ഐ ആം ഡോക്ടർ നീലിമ. എന്റെ പൊന്നു പേട നിങ്ങളുടെ പേര് കേൾക്കുമ്പോണ്ടല്ലോ എനിക്ക് എന്തെന്നില്ലാത്ത കുളി. അതുകൊണ്ടല്ലേ ഞാൻ കുളിർമോന്ന് വിളിക്കുന്നേ. മേഡം പിന്നെ പഴയതുപോലെ നിങ്ങൾക്ക് പരിഗണിക്കുന്നൊന്നുമില്ല. എടോ തന്റെ ബ്ലഡ് ഷുഗറിന്റെ കാര്യല്ലടോ പറഞ്ഞത്. തന്റെ ഈ പഞ്ചാരടിയുടെ കാര്യം പറഞ്ഞത്. ഡോക്ടർ എനിക്കൊരു സംശയം. എന്തുവാടോ? നിങ്ങൾ ഈ വയറ്റിന്ന് പോകാത്തവർക്ക് എന്തോ കൊടുക്കുമോ? തനിമയോ? തനിമയല്ലടോ എനിമ. അതെന്തിനാ കൊടുക്കുന്നത്? പിന്നെ വയറ്റിന്ന് പോകാത്തവർക്ക് സിനിമ ഇട്ട് കൊടുക്കാൻ പറ്റും. അല്ല എനിക്ക് പിന്നെ സംശയം. നിങ്ങൾ ഈ ഓപ്പറേഷൻ തിയേറ്ററിലെ ഈ പച്ച ഉടുപ്പിട്ടോണ്ട് കയറുമല്ലോ, അതെന്തിനാ പച്ച ഉടുപ്പിടുന്നത്? നമ്മൾ അവരെ പച്ചക്ക് കീറുവല്ലോടോ, അതുകൊണ്ടാണ് പച്ചട്ടോ. അപ്പൊ പിന്നെ അവരെ മയക്കുന്നതോ? ആ മയക്കില്ലെങ്കിൽ ഇതെല്ലാം കൂടെ കണ്ടുപഠിച്ചു നാളെ ഇവര് സ്വന്തമായിട്ടങ്ങ് ചെയ്യും. പിന്നെ ഞാൻ എന്തിനാണോ നിങ്ങൾ നടക്കുന്നത്? ഡോക്ടറെ പണി ചെയ്ത് കിടത്തില്ല. അല്ല ഡോക്ടറെ, നിങ്ങൾ ഈ ഓപ്പറേഷൻ ചെയ്യുന്ന സ്ഥലത്ത് ആരും കയറ്റത്തില്ലല്ലോ? ഇല്ല. പിന്നെ നിങ്ങൾ എന്തിനാ അതിനെ തിയേറ്റർ എന്ന് പേരിടണം? അതെ, താൻ പോപ്കോൺ കഴിക്കാറുണ്ടോ? പിന്നെ ഇല്ലയോ? പോപ്കോൺ താൻ പുറത്തുനിന്ന് എത്ര രൂപയ്ക്ക് മേടിക്കാറ്? 40 രൂപ. താൻ അത് സിനിമാ തിയേറ്ററിൽ എത്ര രൂപയ്ക്ക് മേടിക്കണേ? ഒരു 250 രൂപ. ഉറപ്പിച്ചു 250. എടോ തിയേറ്റർ എന്ന് പേരിട്ട അങ്ങനെ 4 ഇരട്ടി നമുക്ക് മേടിക്കാൻ പറ്റും. ഇങ്ങനെ പോയാൽ എവിടെ എത്തും? ഇങ്ങനെ പോയാൽ ദേ കാണുന്ന മോർച്ചറിയിൽ എത്തും. എന്നിട്ട് ഞാൻ പുറകോടെ എടുത്ത് ആംബുലൻസ് കയറ്റി വീട്ടിലെത്തി. അല്ല കൊറേ നേരമായല്ലോ താൻ ഇവിടെ കിടന്ന് കളകളാന്ന് ഒച്ചപ്പാടുണ്ടായിക്കൊണ്ടിരിക്കുന്നു. താൻ എന്തിനാണോ വന്നത്? വന്ന കാര്യം പറയടോ. ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? എല്ലാരും ജീവിക്കുന്നവരാടോ. അയ്യ ഞാൻ അതല്ല പറഞ്ഞത്. ഞങ്ങളുടെ കമ്പനിയുടെ പുതിയ പ്രോഡക്റ്റിന്റെ പേരാണ് ജി. ആ ജീവിക്കാൻ വന്നതാണെന്നാ പറഞ്ഞേ. മേഡം മേഡം 2 ആഴ്ച മുമ്പ് എന്നോട് പറഞ്ഞല്ലോ കിട്ടുണ്ണിയെ തരാന്ന്. കിട്ടുണ്ണിയാ? അല്ല കിക്കിണി. അതിന്റെ പേരെന്തുവാ? കിഡ്നി. താൻ ചോദിക്കുമ്പോ കിഡ്നി എടുത്തു തരാൻ കിഡ്നി എന്റെ പോക്കറ്റിൽ ഇട്ടോണ്ട് നടക്കുവാണോടോ? അതെ തന്റെ മരുന്നൊക്കെ ഞാൻ വിറ്റ് തരാം. താൻ എന്നെ കാണണ്ട പോലെയൊക്കെ ഒന്ന് കണ്ടാ മതി. പിന്നെ കാണാലോ. തനിക്കറിയാവോ എന്റെ ഈ മാല കണ്ടോ? കഴുത്തുവേദനയുടെ കമ്പനിക്കാര് തന്നതാ. എന്റെ കൈ കിടക്കണ ഈ വള കൈവേദനയുടെ മരുന്ന് കമ്പനിക്കാര് തന്നതാ. എന്റെ കാലേ കിടക്കണ കൊലുസ് കണ്ടോ? അത് കാലുവേദനയുടെ കമ്പനിക്കാര് തന്നതാ. എന്റെ കറങ്ങണ കസേര കണ്ടോ? മൂലക്കുരുവിന്റെ മരുന്ന് വിൽക്കുന്നവര് തന്നതായി. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഉണ്ടോടോ? ഞങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായിട്ട് അരഞ്ഞാണമുണ്ട്. എന്നാ നിങ്ങളുടെ മരുന്ന് ഞാൻ എഴുതാം. പക്ഷെ അരഞ്ഞാണം കിണറ്റിലിടുന്ന അരഞ്ഞാണോ? എന്നാ തന്റെ ഒരു മരുന്ന് ഞാൻ എഴുതുന്നില്ലടോ. എടോ വയറ്റിളക്കത്തിന്റെ 100 മരുന്ന് വിറ്റപ്പോ കിട്ടിയതാടോ ഈ തിളങ്ങുന്ന മോതിരം. നാട്ടുകാർക്കിളക്കം മാഡത്തിന് തിളക്കം. മാഡം നമ്മൾ ഇത്ര അടുത്ത സ്ഥിതിക്ക് ഞാൻ മോളെ എടുത്തോട്ടെ. ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ പാരസിറ്റാമോൾ എടുക്കട്ടെ എന്നാ പറഞ്ഞത്. മാഡം തെറ്റിദ്ധരിച്ചു. താൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്റെ തലയിലേക്ക് ഒന്നും കേറുന്നില്ലടോ. അതങ്ങനെ ഈ പേട്ട് തലയ്ക്കകത്ത് കേറും. മൊത്തം പേനല്ലേ? പേനാശിനി വേണമെങ്കിൽ എടുക്കാം. അയ്യോ അമ്മേ നെഞ്ചുവേദനിക്കുന്നേ. എന്താ വെച്ച് വേണം? എടോ എനിക്ക് ഭയങ്കര നെഞ്ചുവേദനിക്കുന്നോടോ. ഞാൻ എന്ത് ചെയ്യണം? എടോ താൻ പുറത്തു പോയി എന്തെങ്കിലും മരുന്ന് മേടിച്ചോണ്ട് വാടോ. എന്ത് മരുന്നാണെന്ന് അറിയാം. ഞാൻ എങ്ങനെ മേടിക്കും? എടോ താൻ എന്തെങ്കിലും മേടിച്ചോണ്ട് വാടോ. മരുന്നിന്റെ പേര് പറ മാഡം. എടോ താൻ പുറത്തു പോയി എനിക്ക് സ്വർണ്ണ വളയോ മാലയോ എന്തെങ്കിലും മേടിച്ചോണ്ട് വാടോ. അതൊക്കെ എന്തിനാ ഞാൻ ഇപ്പൊ മേടിക്കണേ? മാഡം മരുന്നിന്റെ പേരൊന്ന് പറ. എടോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയാലേ എനിക്ക് ഇതുവരെ മരുന്ന് എഴുതി ശീലമുള്ളൂടോ. ഈ തളയ്ക്ക് ചാകാൻ കിടക്കുമ്പോഴേക്കും ആക്രാന്ന് കുറച്ചുകൂടെ എന്റെ ഡോക്ടറെ. ഇനി പൊളിക്കും. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം നീലം ചേച്ചിയെ കാണാൻ ഭയങ്കര ക്യൂട്ടായിരുന്നു. അതെ ഭയങ്കര രസമുണ്ട് കാണാൻ.
അത്രയും ലുക്കിലുള്ള ഞാനോ? ഏയ് എലി പറ. ആ കവിളിലൊരു കൊടുത്തേരോ പാവം. ഇവനോ? കൂട് അവന്റെ ആഗ്രഹമല്ലേ അത്. എടാ ഇവന് ഫുള്ള് ഫാൻസ് ആടാ. എത്ര ഗേൾസ് ആണെന്നറിയോ? അവിടെയല്ല, ഞാൻ പ്രേക്ഷകരുടെ കാര്യ പറഞ്ഞത്. അതിന്റെ ഇടയ്ക്ക് കൂടി. ശരി, എന്തായാലും പെർഫോമൻസിന് എത്രത്തോളം ബാറ്ററി ചാർജ് കയറി എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ കര നിറയെ പണമൊഴുകണ കളി പറന്നിറയണ ചുരി ചുരി പല ചുരി ധൃതതുണ്ടന താളത്തിൽ ഞാൻ കര നിറയെ പണമൊഴുകണ കളി പറന്നിറയണ ചുരി ചുരി പല ചുരി 12,000 rupees ആണ് നേടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ശ്വേത ചേച്ചി. യെസ് താങ്ക് യു ഹിയർ ദാ താങ്ക് യു താങ്ക് യു. ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, എനിക്ക് തോന്നുന്നു നമ്മള് സ്കിറ്റ് കോമഡി എല്ലാ വൈബും കഴിഞ്ഞു. ഇനി അടുത്ത വൈബ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഓളം വെച്ചാലോ? ഓളം എന്ന് പറയുമ്പോൾ എന്റെ കഴുത്തത് ഇങ്ങനെ പോകും. കാരണം ഓളം വെക്കാൻ നിങ്ങൾ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറയരുത് മക്കളെ, ഒന്നും ഒച്ചുണ്ടാക്കടാ. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഒരു വൈബില് ചുമച്ചില്ല. ശരിക്കും തോന്നുന്നു ഈ ഒരു വൈബില് നിങ്ങളുടെ സൈഡിൽ നിന്ന് ഒരു പെർഫോമൻസ് കണ്ടാൽ കൊള്ളാം എന്നുണ്ട്. Yes. എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആയ നിങ്ങളുടെ കയ്യിൽ നിന്നും അരിയർ അല്ലാണ്ട് എനിക്ക് എന്ത് കിട്ടും? ഞങ്ങൾ പവറായിട്ട് ഒരു ഡാൻസ് തരും. പവറായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് ഡാൻസ് കളിക്കാൻ വരുന്നു. അതിന്റെ ഇടയിൽ ചെറിയ ഫ്യൂസ് ആയിട്ട് ഞങ്ങളും വരാം. റെഡിയാണോ? റെഡിയാണ്. Yes, let's do it. കുരുക്കുത്തി മുല്ല പെണ്ണെ നിന്നെ കാണാൻ എന്റെ ചേല് കുരുക്കുത്തി മുല്ല പെണ്ണെ നിന്നെ കാണാൻ എന്റെ ചേല് ഇളവയിലാണോ മലരമ്പാണോ ചൊല്ലു ചൊല്ലു. മലയിലെ മരത്തിലെ കാറ്റിൻ കൊഞ്ചലോ പെണ്ണേ നീ കണ്ണേ താമരേ കാതിൽ തേന്മഴേ കണ്ടം കൂട്ടടി പൂന്തോരേ പാടം പൂത്തതടിഞ്ഞോടി പൂവരമ്പിൽ വാടി കന്നി മടന്തേ കാടൻ കാറ്റു കിതച്ചോടും ഞാറ്റിറമ്പിൽ കൂടാം കാട്ടുകരിമ്പേ വസന്തത്തിൻ സുഗന്ധം പോലെ കണ്ണാടി ചിമിഴിലെ കനവ് പോലെ ഒരു തീരം പോലെ തുള്ളി തുള്ളി തുളുമ്പും സംഗീതം നിലാവായി ഉള്ളി ഉള്ളി തുടിക്കും ചിരിച്ചിരം പോലിയേ അടിപൊളിയായിരുന്നു. കളമശ്ശേരിയിലെ ഐസൈറ്റിലെ പിള്ളേര് കീഴക്കി. അങ്ങനെ ഞാൻ പറയില്ല, എന്റെ കോമഡി മാസ്റ്റേഴ്സിന്റെ മക്കള് കീഴക്കി. ഈ ബാച്ച് അടിപൊളിയല്ലായിരുന്നു? നന്നായിരുന്നു, നല്ല എനർജി. ഒരു കോളേജ് ഓർമ്മ വന്നു. നോസ്റ്റു. ഈ കോളേജ് മാത്രമല്ല, ഇതുപോലെ തന്നെ കേരളത്തിൽ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേറ്റം വരെയുള്ള കോളേജ് പിള്ളേർ ഇങ്ങോട്ടേക്ക് വരണം. നമുക്ക് ഇതുപോലെ ഒരു ഊർജ്ജം തരണം, അല്ലേ? ഈ അണപ്പ് മറങ്ങി നമുക്കൊന്ന് വൈൻഡപ്പ് ചെയ്ത് പോയാലോ? ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഐസാറ്റിലെ പിള്ളേരെ താങ്ക് യു സോ മച്ച്. ഇനിയും നമ്മൾ കാണും പ്രേക്ഷകരെ, ഇനിയും നമ്മൾ എല്ലാരും വീണ്ടും കാണും. അതേക്കും ചേച്ചി ഗുഡ് ബൈ.